ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സൂപ്പർ ഫുഡുകളെ കുറിച്ചാണ്. ഹാർവാർഡ് അനേക വർഷത്തെ റിസർച്ച് നടത്തി അവർ ചില ഫുഡുകൾ സൂപ്പർ ഫുഡുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. കാരണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നമ്മൾ ഡെയിലി ഡയറ്റിങ്ങിൽ ഈ ഫുഡുകൾ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അപ്പം ആ സൂപ്പർ ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നൊന്നായി പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത് ബെറീസാണ്. ബെറീസ് അത് ജസ്റ്റ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫൈബർ ആൻഡ് മിനറൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് അതിൽ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളെ ബോഡിക്ക് പ്രതിരോധം കിട്ടും, അസുഖങ്ങളിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻഡ് ഫൈബർ തോനെ അടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. Second one is ഗ്രീൻ ആയിട്ടുള്ള ലീഫ് ഐറ്റംസ്, വെജിറ്റബിൾസ്. അതിവിടെ പറഞ്ഞിരിക്കുന്ന ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ലീവ്സ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കെയിൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, സ്പിനിച്ച് ഉണ്ട്, അതുപോലെ തന്നെ കൊളാഡ് ഗ്രീൻസ്. അപ്പോൾ ഇത് നമ്മളെ നിത്യേന ഉള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമാകണം. അപ്പോൾ നമുക്ക് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് വരത്തില്ല. അപ്പോൾ അത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനായിട്ടുള്ള ഈ വെജിറ്റബിൾ ഇത് ചെയ്യാം. അടുത്ത മൂന്നാമത്തത് ഫിഷ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒമേഗ 3 ധോനയുണ്ട്, ഫാറ്റി ആസിഡ് ഇറ്റ്സ് ഗുഡ് ഫോർ ഹാർട്ട്. അപ്പോൾ ഈ ഒമേഗ 3 കൂടുതലുള്ള ചില ഫിഷുകളുടെ പേര് ഞാൻ പറയാം. സാൽമൺ ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്. ദെൻ മാക്രൽ, സാർഡീൻ, ട്യൂണ സ്റ്റീക്ക്, ഇതൊക്കെ നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ജസ്റ്റ് ഫോർത്ത് വൺ ഈസ് നട്ട്സ്. നമ്മൾ ദിവസേനയുള്ള ആഹാരത്തിൽ നട്ട്സുകൾ ഉൾപ്പെടുത്തണം. നട്ട്സുകൾ നമുക്കറിയാമല്ലോ, ഹേസൽനട്ട്, വാൾനട്ട്, കാഷ്യൂ നട്ട്, ദെൻ പീനട്ട്സ്, ആൽമണ്ട്. അപ്പോൾ ഇത് ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീനും അതുപോലെ തന്നെ ഇതിൽ നട്ട്സ് സോഴ്സ് ഓഫ് പ്ലാന്റ് പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ളതാണ് ഈ നട്ട്സുകളിൽ. പക്ഷേ ഇത് അവർ പ്രത്യേകം പറയുന്ന ഈറ്റ് ഓൺലി എ ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സും, ബിക്കോസ് അത് ഡെൻസ് പ്രോട്ടീൻ അധികമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. അത് ഡയറക്റ്റ് കഴിക്കാൻ വേണ്ടി ഓട്സ് എല്ലാം കഴിക്കുമ്പോൾ അതിൽ കുറച്ചിട്ടിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ യോഗട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത് ഒരു സൂപ്പർ ഫുഡിൻ്റെ ഇതിൽ വരുന്നതാണ് നട്ട്സ്. അടുത്ത നമുക്ക് വരുന്ന ഒലിവ് ഓയിൽ ഇതുപോലെ തന്നെ വളരെ വൈറ്റമിൻ ഇയുടെ വളരെ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഇ ആണ്. ഹാർട്ട് പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒലിവ് ഓയിൽ ഹാർട്ടിന് വളരെ നല്ലതാണ്. ദാറ്റ് ഈസ് സൂപ്പർ ഫുഡിൽ അഞ്ചാമത്തത്. അടുത്ത ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയും അതുപോലെ തന്നെ മിനറൽസും ധാരാളമുള്ളതാണ്. ഇത് നമുക്ക് എഗൻസ്റ്റ് ഹാർട്ടിന്, കൊളസ്ട്രോളിന് ഉള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ആഹാരം, ഈ ഹോൾ ഗ്രെയിൻ നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. പോയിന്റുകൾ മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. അടുത്ത യോഗട്ട് ഗുഡ് സോഴ്സ് ഓഫ് കാൽസ്യവും പ്രോട്ടീനും ധാരാളമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയകളെ അത് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും. അപ്പോൾ അത് യോഗട്ടും നമ്മുടെ നിത്യേനയുള്ള ആഹാരത്തിൻ്റെ ഡയറ്റിൻ്റെ ഒരു ഭാഗമാക്കണം. സൂപ്പർ ഫുഡിൻ്റെ പട്ടികയിൽ വരുന്നതാണ് യോഗട്ട്. നെക്സ്റ്റ് ക്രൂസിഫറസ് എന്ന് പറഞ്ഞ വെജിറ്റബിളിൻ്റെ വർഗത്തിൽ വരുന്നതാണ്. ദെൻ ബ്രോക്കോളി, ബ്രസൽ സ്പ്രൗട്ട്സ്, ക്യാബേജ്, കോളിഫ്ലവർ, ഇതെല്ലാം സോഴ്സ് ഓഫ് വൈറ്റമിനും മിനറൽസിൻ്റെ ഒരു ബിഗ് സോഴ്സാണിത്. സം കൈൻഡ് ഓഫ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ഈ ബ്രോക്കോളിയൊക്കെ സം കൈൻഡ് ഓഫ് ക്യാൻസറിന് ഇത് നിരന്തരം ഡെയിലി ഭക്ഷണത്തിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിൽ ക്യാൻസർ വരാതെ ഇരിക്കും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ലെഗ്യൂംസ്,
എന്ന് പറഞ്ഞാൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ. സൂപ്പർ ഫുഡിൻ്റെ ഇതിൽ വരുന്നതാണ് പയർ വർഗ്ഗങ്ങൾ, കിഡ്നി ബീൻസ്, സോയാബീൻസ്, ചെറുപയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ്. വൈറ്റമിൻ സി, സോയാബീൻസ്, ഫൈബറും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും ധാരാളം ഉള്ളതാണ് ഈ പയർ വർഗ്ഗങ്ങൾ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ നിത്യേന ഉള്ള ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുക. ശരീരത്തിന് ആരോഗ്യം സംരക്ഷിക്കുക. അവസാനം ടൊമാറ്റോസ് പറയുന്നു. ടൊമാറ്റോസ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഇതിൽ വേറെ ഒരു പദാർത്ഥമുണ്ട്, ലെക്കോപ്പെൻസ് എന്ന് പറയുന്നൊരു ഇത് അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു കണ്ടൻ്റ് അതിലുണ്ട്. ഇത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു, ഇവരുടെ റിസർച്ചുകൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഈ സൂപ്പർ ഫുഡുകളുടെ പട്ടിക ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് നിത്യേനയുള്ള ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ഹെൽത്ത് സംരക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 1-2 തവണ കേൾക്കുക, ഇതിൻ്റെ ഇപ്പോൾ ഏതൊക്കെയാണെന്നുള്ള ഫുഡ് ഐറ്റംസ്, എന്നിട്ട് അത് നിങ്ങൾ ബൈഹാർട്ടാക്കുക. അത് നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ഹെൽത്ത് സംരക്ഷിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.